ഏത് എംപിമാർ എന്തു ചോദിച്ചാലും അതിന് കൃത്യമായ ഉത്തരം നൽകുന്ന ആളാണ് നിർമ്മല സീതാരാമൻ. ഉത്തരം നൽകുക എന്ന് മാത്രമല്ല, അത് വ്യക്തമായും അത് ഡീറ്റെയിലായും കൃത്യമായി ഉത്തരം നൽകുന്ന ആളാണ് നിർമ്മല സീതാരാമൻ. പലപ്പോഴും നിർമ്മല സീതാരാമൻ പറയുന്നത് പലരും ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിക്കാറുണ്ട്, വൈറലാകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നിർമ്മല സീതാരാമൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെയാണ് പുറത്ത് വരുന്നതും പുറത്തറിയുന്നതുമൊക്കെ. പക്ഷേ നിർമ്മല സീതാരാമൻ എന്ത് പറഞ്ഞാലും പറയാൻ സമ്മതിക്കാതെ ഇരിക്കുന്നിടത്ത് നിന്ന് ഈ മൂലക്കുരു ഉള്ളതുപോലെ ചാടി ചാടി എഴുന്നേൽക്കുന്ന ആളാണ് ബ്രിട്ടാസ്. ഒന്നും പറയാൻ ബ്രിട്ടാസ് അനുവദിക്കില്ല. ബ്രിട്ടാസ് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ച് അതിന് മറുപടി പറഞ്ഞ് തീരുന്നതിന് മുൻപേ ബ്രിട്ടാസിന് അടുത്ത കാര്യം അറിയണം. അതിനെക്കുറിച്ചായി ഇതിനെ മറുപടി പറഞ്ഞൊന്ന് തീരാൻ പോലും സമ്മതിക്കില്ല. അതിനു മുമ്പ് അടുത്ത കാര്യമായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകർ ഒന്ന് കേൾക്കുക. I just half heard John Brittas. I'm tempted to say it. உனக்கு தமிழ் புரியும். തടുക്കല പാഞ്ച പായില പായ്മ. കേട്ടല്ലോ നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അതായത് പശുവോട്ട് തിന്നയുമില്ല, പട്ടിയെ കൊണ്ട് തീറ്റിക്കയില്ല എന്നുള്ള ഒരവസ്ഥയാണ് ബ്രിട്ടാസ് പലപ്പോഴും കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് എംപിമാർ പോകുന്നത് എന്തിനാണ്? കേരളത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, കേരളത്തിൻ്റെ ഏതൊക്കെ മേഖലയിലാണ് ആവശ്യമുള്ളത് ആ മേഖലയിലെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് പോകുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ മാസാവണം. റഹീമിനും ബ്രിട്ടാസിനും ഒക്കെ അവിടെ കടിച്ചാൽ പൊട്ടാത്ത, ആളുകൾക്ക് മനസ്സിലാവാത്ത ഓക്സ്ഫോർഡ് ഇംഗ്ലീഷൊക്കെ വെച്ച് തകർത്ത് ഇംഗ്ലീഷ് ഭാഷയെ കൂടി അപമാനിച്ച് കേരളത്തെ കൂടി അപമാനിക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഇല്ലാതാക്കണം ഈ എന്താ പറയുക നമ്മുടെ കേരളത്തെ. എന്നിട്ട് 100 തവണ കേരള സാർ കേരള സാർ കേരള സാർ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ നിർമ്മല സീതാരാമൻ അവസാനം ഗതികെട്ട പറയുകയുണ്ടായി, എന്നെ ഒന്നുകിൽ പറയാൻ സമ്മതിക്കുക, നിങ്ങൾക്ക് തമിഴ് മനസ്സിലാകുമല്ലോ, ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങളൊന്ന് കാണിക്കേ എന്ന് പറയേണ്ട അവസ്ഥ വന്നു. ബ്രിട്ടാസ് ആരെ ഒന്നും പറയാൻ സമ്മതിക്കൂല. ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത മാസാവം പോയപ്പോൾ സുരേഷ് ഗോപി ചോദിച്ചു, TP ചന്ദ്രശേഖർ 51 വെട്ട് ഒന്ന് കാണിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന്. ചമ്മി നാറിയ അവസ്ഥയിലാണ്. റഹീം എണീച്ച് നിന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പം അവസാനം പിന്നെ സ്പീക്കർക്ക് വരെ പറയേണ്ടി വന്നു, ഈ ഓഞ്ഞ ഇംഗ്ലീഷും കൊണ്ട് കണ്ടം വഴി ഓടിക്കുമെന്ന്. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ എംപിമാർ അവിടെ ചെല്ലുമ്പോൾ കാണിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നിർമ്മല സീതാരാമൻ ഇപ്പോൾ എപ്പോഴും പരാതി എന്ന് പറഞ്ഞാൽ GST മുഴുവൻ കേന്ദ്രം GSTയുടെ പേരിൽ ഇവിടെ നിന്ന് മുഴുവൻ കേന്ദ്രം അങ്ങ് കൊണ്ടുപോകുന്നു, മൊത്തവും കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്, കേരളത്തിനൊന്നും കിട്ടുന്നില്ല, ഒരു സംസ്ഥാനങ്ങൾക്കും GSTയുടെ പേരിൽ കേന്ദ്രം ഒന്നും നൽകുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ മുഴുവൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെക്കുന്നത്. ഇതിനെക്കുറിച്ച് നിർമ്മല സീതാരാമൻ വ്യക്തമായി പറയുകയുണ്ടായി. GST എന്ന് പറയുന്നത് ഈ 3 തരത്തിൽ നമുക്ക് സ്റ്റേറ്റ് GST എന്ന് പറയുന്നത് മുഴുവൻ സ്റ്റേറ്റിന്, അതായത് 100% പിരിച്ചെടുക്കുന്ന പണം, ആ GST ഇനത്തിൽ പിരിച്ചെടുക്കുന്ന പണം മുഴുവൻ സ്റ്റേറ്റിനുള്ളതാണ്. അതാണ് സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. ഓരോ സ്റ്റേറ്റുകൾക്കും GST പിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ആ പിരിച്ചെടുക്കുന്ന പണം മുഴുവൻ 100% പണവും കേന്ദ്രത്തിലേക്കല്ല, അതാത് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. ഇനി IGST, 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള GST പിരിച്ചെടുക്കൽ, ഈ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള GST പിരിച്ചെടുക്കൽ 50% അതാത് സംസ്ഥാനങ്ങൾക്കാണ് പോകുന്നത്, ബാക്കിയാണ് കേന്ദ്രത്തിലേക്ക് പോകുന്നത്. IGSTയിൽ അങ്ങനെയാണ്. ഇനി സെൻട്രൽ GST ഉണ്ട്. ഈ സെൻട്രൽ GSTയിൽ കേന്ദ്രം 41% കേന്ദ്രത്തിന് പോകുന്നത്, ബാക്കിയെല്ലാം സംസ്ഥാനങ്ങൾക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ SGSTയിൽ മുഴുവൻ സംസ്ഥാനങ്ങൾക്കുമാണ് 100% പിരിച്ചെടുക്കുന്ന പണം മുഴുവൻ പോകുന്നത്. IGST 2 സംസ്ഥാനങ്ങളിൽ 50% സംസ്ഥാനങ്ങൾക്കാണ് പോകുന്നത്. ഇനി സെൻട്രൽ CGST എന്ന് പറയുമ്പോൾ 41% സംസ്ഥാനങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് GSTയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങളാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞു വെക്കുന്നത്. GSTയുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ ആരുടെയും പണം ഇവിടെ ആരും കൊണ്ടുപോകുന്നില്ല, ഇതെല്ലാം നിങ്ങളുടെ സർക്കാരിൻ്റെ, ഏത് സർക്കാരാണോ അതാത് സർക്കാരിൻ്റെ കൈകളിൽ തന്നെയാണ്, അത് കൃത്യമായി വിനിയോഗിക്കാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിക്കുക. അതിനാണ് ഇവിടെ GST കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, കിട്ടിയത് മുഴുവൻ അടിച്ചു മാറ്റി അവനവൻ്റെ കീശയിലും
ഒഴിവാക്കി ജനങ്ങളെ പട്ടിണിക്ക് വിട്ട് വികസനവും നടക്കാത്ത ഒരു ഗവൺമെന്റാണ് പറയുന്നത് കേന്ദ്രത്തിൽ നിന്നൊന്നും ഇങ്ങോട്ട് തരുന്നില്ല എന്നുള്ളത്. ആശാവർക്കർമാരൊക്കെ എത്രയോ നാളുകളായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്നു. അവസാനം ഗതികെട്ട് സമരം അവസാനിപ്പിക്കാമെന്ന് വരെ അവർ പറയുന്ന അവസ്ഥയിലേക്ക് അവർ പോയി. അപ്പോൾ കണ്ണിച്ചോരയില്ലാത്ത ഒരു സർക്കാരാണ് നമുക്കുള്ളത്. ആ സർക്കാരാണ് അവിടെ ചെന്ന് കിടന്ന് ബ്രിട്ടാസിന്റെ സർക്കാർ ബ്രിട്ടാസ് പറയുന്നത് ഞങ്ങൾക്ക് കേന്ദ്രം ഒന്നും തരുന്നില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ ആളാവാനുള്ള ബ്രിട്ടാസിന്റെ തന്ത്രം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. ആ പ്രോഗ്രാമിൽ മുഖ്യമന്ത്രി വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തുള്ള ചെറു കച്ചവടക്കാരെ മുഴുവൻ ഒഴിപ്പിക്കണം, എന്നാലേ രാജാവ് എഴുന്നള്ളൂ. ജയിപ്പിച്ച പ്രജകളെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് എനിക്ക് രാജാവിന് എഴുന്നള്ളണമെങ്കിൽ അവിടെ അടിയാന്മാരൊന്നും കാണാൻ പാടില്ല, പ്രജകളൊന്നും കാണാൻ പാടില്ല. അതിൻ്റെ ഒരാൾ പറയുന്ന ഇത് ആരും പറഞ്ഞു പറയിപ്പിക്കുന്നതോ ഒരു രാഷ്ട്രീയ പാർട്ടി പണം കൊടുത്ത് പറയിപ്പിക്കുന്നതെന്നല്ല, ആളുകളുടെ ദയനീയ അവസ്ഥ അവർ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കൂ. ഇതിൽ കിട്ടുന്ന വരുമാനത്തിന് ഞങ്ങൾ വീടിന്റെ വാടക വരെ അടക്കും. അതുപോലും ഈ പാവപ്പെട്ട നമ്മളൊക്കെ കഞ്ഞിയിൽ പാറ്റയുടെ വല്ല കാര്യമുള്ള കാര്യം. കാരണം നമ്മളെ മുഖ്യമന്ത്രിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകുന്നത് അതെല്ലാം ഇപ്പം നശിച്ചു. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ അവസ്ഥയെന്ന്. എന്നിട്ട് പറയും ഫാസിസ്റ്റ് സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, കേന്ദ്രത്തിലെ ജനങ്ങൾ കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾക്കൊന്നും നൽകുന്നില്ല, പണം തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും തരുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പിണറായി സർക്കാർ എഴുന്നള്ളുമ്പോൾ പിണറായി രാജാവ് എഴുന്നള്ളുമ്പോൾ പ്രജകളൊക്കെ മാറിക്കൊടുക്കണം. അന്നത്തിന് വേണ്ടി കച്ചവടം നടത്തുന്ന ആളുകളാണ് അവിടെ ഉള്ളവർ. ഏത് നാട്ടിൽ പരിപാടിക്ക് വന്നാലും ഇത് തന്നെയാണല്ലോ ഇയാളുടെ അവസ്ഥയെന്ന് പറയുന്നത് പോലെയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഒന്നും ചെറു കച്ചവടക്കാർ കാണാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്ക് ഒരു മനുഷ്യൻ കാണാൻ പാടില്ല, എനിക്ക് ജയ് വിളിക്കാൻ ആളുകൾ ഉണ്ടാവാവൂ, ഇനി ആരെങ്കിലും കൂകിയാൽ അവരെയൊക്കെ നോട്ടപ്പുള്ളികളായി വെച്ചിരിക്കണം, ഏതെങ്കിലും ഇല്ലാ കേസിൽ പെടുത്തി അങ്ങ് ജയിലിലിട്ടേക്കണം. അതിൻ്റെ 8ന്റെ പണി ഇപ്പോൾ കിട്ടുന്നല്ലോ. കാരണം മകള് ഏത് സമയം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം. SFIO കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കാര്യങ്ങളാണ് മകൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പിണറായി ചെയ്തതിൻ്റെ ഒക്കെ ഫലം പിണറായിക്ക് തന്നെ തിരിഞ്ഞു കൊത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടാസിനോട് പറയാനുള്ളത്, ഇവിടെ ചെന്ന് കേന്ദ്രത്തിൽ പോയിട്ട് എന്തെങ്കിലും അവിടെ കേരളത്തിന് വേണ്ടിയിട്ട് മാന്യമായി ചോദിക്കാൻ നോക്ക്, ചോദിച്ച് ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ നോക്ക്. അല്ലാതെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കയറി നിർമ്മലാ സീതാരാമന്റെ നെഞ്ചത്ത് കയറി കുറെ ആളാകാനും കുറെ പിന്നെ ഈ വൈറലാകാനും ഒക്കെ നോക്കിയിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് പിന്നെ ആളുകൾക്കിടയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ അങ്ങ് ഇറങ്ങിച്ച് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിർമ്മലാ സീതാരാമനോടൊക്കെ കളിച്ചാൽ നിർത്തി പൊരിച്ചിട്ടേ അവരൊക്കെ തിരിച്ചയക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.